ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല. ഓണം അടുത്ത് വരാണല്ലോ. അന്ന് ഒരു സാമ്പാറിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കല്യാണ വീട്ടിലെ അതേ രുചിയോടുകൂടി നമുക്ക് വീടുകളിലും സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും അതേ രുചിയിൽ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് കല്യാണ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. ഒരു 6 പേർക്കുള്ള സാമ്പാറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു 50 ഗ്രാം പരിപ്പ് ഞാൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് അത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ചെറിയ കഷ്ണം മത്തൻ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ സ്വല്പം മതി. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. കുക്കറിൽ 2 വിസിൽ വന്നിട്ട് ഞാൻ അതിവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റീം എല്ലാം പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ അതിന്റെ അടുത്ത പടി എന്താണെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. വളരെ കുറച്ച് കഷ്ണങ്ങൾ ആവശ്യമുള്ള കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു 2 പച്ചമുളക്, കുറച്ച് മുരിങ്ങക്കായ എന്ന് വെച്ചാൽ 2 മുരിങ്ങക്കായ, കുറച്ച് വെണ്ടയ്ക്ക. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. വലിയ തക്കാളിയാണത്, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി അല്ലി ഞാൻ ചെറുതായിട്ട് കീറിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യം. ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം കായം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വഴറ്റിയാൽ ഇത് നല്ല രീതിയിലൊന്ന് മുരിഞ്ഞു വരും. അതിനുശേഷം നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് 2 മിനിറ്റോളം വഴറ്റിയെടുത്തതാണ് കേട്ടോ. ചെറിയ തീയിൽ വേണം, ഇല്ലെങ്കിൽ അത് ഉള്ളിൽ വേവില്ല, പുറത്ത് മാത്രം കരിഞ്ഞു പോകും. ഇനി ഒരു 1/4 മുറി നാളികേരം, അതായത് ഒരു ചെറിയ കപ്പ് നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. വേണമെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരുപാട് മൂത്ത് വരണ്ട, ഒരു മീഡിയം കളറായാൽ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്യേണ്ട ഇതിൽ ഇനി മറ്റ് മസാലപ്പൊടികൾ ചേർക്കേണ്ടത്. ഏകദേശം ഈ കളറായാലും നമുക്ക് അവിടെ നിർത്താം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാനിത് ടേബിൾ സ്പൂൺ അല്ല, ടേബിൾ സ്പൂണിനെക്കാട്ടി ചെറിയ സ്പൂണാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. പക്ഷേ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നല്ല കളറായിട്ട് വരണം കേട്ടോ. അതുവരെ ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു നല്ല രീതിയിലുള്ള കളറായാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതാ നമ്മുടെ മസാല നല്ലൊരു വിധം കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഇതിൻ്റെ ഓഫ് ചെയ്തിട്ടോ. അതിനുശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഓഫ് ചെയ്തിരിക്കുന്നു. ഇനി ഇത് വെറുതെ ഒന്ന് മിക്സ് ചെയ്യുക. അതുകൂടാതെ നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കായത്തിന്റെ കഷ്ണം കൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. അപ്പൊ ആ കായത്തിന്റെ കഷ്ണം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. തണുത്തതിന് ശേഷം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തു. ആദ്യമായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ ഒരു ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ അത് അതിന്റെ കായം നല്ല രീതിയിൽ നമുക്ക് പൊടിഞ്ഞു കിട്ടും. ഇപ്പൊ അത് വെള്ളം ഒഴിക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. പിന്നെ എത്ര വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കട്ടെ, നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടണം. അതാണ് ഇതിന്റെ അത്യാവശ്യമായിട്ടുള്ള ഘടകം. അപ്പൊ ഞാനിത് അവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവിടെ പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞിട്ടുണ്ട്. വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറി വയ്ക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് വെളുത്തുള്ളി അല്ലി. അതിന്റെ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചുവന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 ചുവന്നുള്ളി എടുക്കാട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ആയാൽ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടും. ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുമ്പളങ്ങ, അതുകൂടാതെ ക്യാരറ്റ്, പച്ചമുളക്, ഇത് 3 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് നേരം നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അടച്ചു വെക്കാണ് നല്ലത്. അടച്ചു വെച്ചാൽ നല്ല രീതിയിൽ ഒന്ന് ഏകദേശം ഒന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു 2 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ ഏകദേശം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതിയായിരിക്കും കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കാം. വീണ്ടും വേണമെങ്കിൽ അടച്ചു വെക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു ചേരേണ്ടതുണ്ട് ഇതിൽ. അപ്പം അതിനായിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം തുറന്നു നോക്കാം. ഇപ്പൊ തക്കാളിയും നല്ല രീതിയിൽ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഏകദേശം വെള്ളത്തിൽ സാമ്പാറിന്റെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പൊ അതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ ഞാനത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കുമ്പളങ്ങയ്ക്കാണ് കുറച്ച് കൂടുതൽ വേവുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കുമ്പളങ്ങ ആദ്യമായിട്ട് വേവിക്കുന്നത്. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ കുമ്പളങ്ങ ഒരു 3/4 ഭാഗം വെന്തിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കുമ്പളങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങക്കോലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. അപ്പൊ നമ്മുടെ മുരിങ്ങക്കോലും ഏകദേശം വെന്ത് കാണും. ഇനി അടുത്ത പടി നമ്മൾ വേവിച്ചു വെച്ച പരിപ്പ്, മത്തൻ, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. പരിപ്പും മത്തനും നല്ല കട്ടയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ പിഴിഞ്ഞു വെച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. വെള്ളം ഇപ്പോൾ ഈ വെള്ളം മതി. വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ അരച്ചു വെച്ച അരപ്പാണ് അത്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സ്വല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രേവി എത്രത്തോളം കട്ടിയുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിത് കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി ഒഴിപ്പിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഉപ്പ്, പുളി ഇതെല്ലാം ഈ സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് വെണ്ടയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വറക്കാനൊന്നും നിൽക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ഇത് വറുത്തിട്ടും ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ അടിപൊളി കളറായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. കല്യാണ വീട്ടിലെ അതേ സാമ്പാറിന്റെ കളറ്, രുചിക്ക് ഒട്ടും കുറവുണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് സാമ്പാർ. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില തൂവി കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വറവിടാനുണ്ട്. ഈ സാമ്പാറിന്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കല്യാണ സാമ്പാറിന്റെ അതേ കളറും അതേ ടേസ്റ്റും അതേ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാളും
എങ്ങനെയാണ് ഈ കല്യാണ സാമ്പാറിന്റെ രുചി ഇത്ര ടേസ്റ്റ് ആയിട്ട് വരുന്നത് എന്ന് നമ്മൾ പലരും ചിന്തിച്ചു കാണും. അപ്പോൾ അതിന്റെ യഥാർത്ഥ ചേരുവകൾ ഇതൊക്കെയാണ്. ഇനി ഇതാ മല്ലിയില ഞാൻ ഇതിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട്. ഈ ഓഫ് ചെയ്തിട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ കടുക് ഇട്ട് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അവസാനമായി കറിവേപ്പില കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത്യുഗ്രൻ സാമ്പാർ ഇവിടെ റെഡി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു മനോഹരമായ വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ മോക്കുതല. ബായ്.